ഞാൻ രണ്ട് ചർച്ചയിൽ, ഒന്ന് താങ്കളുമായിട്ടുള്ള ചർച്ചയിൽ, മറ്റൊന്ന് മനോരമയിൽ നിഷയുമായിട്ടുള്ള ചർച്ചയിൽ, തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം. ഈ ഇലക്ഷൻ 1960-കളും 50-കൾക്കും ശേഷം നടക്കുന്ന വൺ സൈഡഡ് ഇലക്ഷനാണ്. ഞാൻ അഭിലാഷ് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ആ വീഡിയോ ഇപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്. നിഷയോടും ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പത്രക്കാർക്ക് ഒരു ബോറിംഗ് ഇലക്ഷൻ ആയിരിക്കും, ഇത് വൺ സൈഡഡ് ഇലക്ഷനാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. എന്താ കാരണം? ആൻറ്റി ഇൻക്യുംപൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ടു പോളിംഗ് പെർസെൻറ്റേജ്. ദി ഹയർ ആൻറ്റി ഇൻക്യുംപൻസി, ദി ഹയർ പോളിംഗ് പെർസെൻറ്റേജ്. ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ദേ കം ഇൻ ലാർജ് നമ്പേഴ്സ് ആൻഡ് വോട്ട്. അതായത് ഈ മാറ്റണം, ഇവനെ വിടരുത്, ഇവനെ ഒഴിവാക്കണം, ഇനി ഇവൻ്റെ കയ്യിൽ രാജ്യം കൊടുത്താൽ രാജ്യം നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒന്നായി വന്ന് വോട്ട് ചെയ്യും. ഇത്തവണ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവരും കോൺഫിഡൻ്റ് ആണ് മോഡി വിൽ കം ബാക്ക് വിത്ത് തമ്പിങ് മെജോറിറ്റി. പിന്നെ രണ്ട്, ഞങ്ങളൊരു കാഡർ പാർട്ടിയാണ്. ഞങ്ങളെ വോട്ടർമാരെ മുഴുവൻ ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാറ്റാൻ വേണ്ടി മെനക്കെടുന്നവരുടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടില്ല. അതിന് ഞങ്ങളല്ല ഉത്തരവാദി. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കണക്കുണ്ട്. ഞാൻ രണ്ട് ഉദാഹരണം കൂടി പറയാം. ഞാൻ മധ്യപ്രദേശിലെ BJP പ്രവർത്തകർ, അവിടുത്തെ MLA എൻ്റെ സുഹൃത്താണ്, ഒന്നിലധികം MLA എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ വിളിച്ചു. അവർ പറഞ്ഞു, കോൺഗ്രസിൻ്റെ അവസ്ഥ മധ്യപ്രദേശിൽ പാത്തറ്റിക്കാണ്, ദയനീയമാണ്. അവിടെ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവലിച്ച് BJP ചേർന്നു. അവിടെ കോൺഗ്രസിന് കാൻഡിഡേറ്റ് ഇല്ല. പല മണ്ഡലങ്ങളിലും സാമ്പത്തികമായ ഇല്ലായ്മ കാരണവും പ്രവർത്തകരുടെ ദൗർബല്യം, എന്താ പറയുക, പ്രവർത്തകരുടെ ഇല്ലായ്മ കാരണവും കോൺഗ്രസിന് മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. 19 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ട് ഇത്തവണ ഭരണം കിട്ടുമെന്ന് മോഹിച്ചപ്പോൾ ഇത്തവണ കനത്ത പരാജയമാണ് നേരിട്ടത്. ആലോചിച്ച് നോക്കണം. 18-ൽ മധ്യപ്രദേശ് ജയിച്ച ആവേശത്തിലാണ് ഇവർ 19-ൽ വലിയ ജോറാക്കിയത്. ഞാൻ ഗുജറാത്തിൽ എൻ്റെ BJP സുഹൃത്തുക്കളെ വിളിച്ചു. ദയനീയത്തെക്കാൾ മോശം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വിളിക്കണം കോൺഗ്രസിൻ്റെ ഗുജറാത്തിലെ അവസ്ഥ. കാരണം സൂറത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ സെൻറ്ററിൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് പിൻവലിച്ച് BJP ചേർന്നു. എന്താ? ആളില്ല വോട്ട് പിടിക്കാൻ, കൂടെ നടക്കാൻ ആളില്ല. കോൺഗ്രസ് ദയനീയമായ അവസ്ഥയിലാണ്. ഒറീസയിലെ പുരിയിൽ സംബിത് പാത്ര, നോക്കൂ, സംബിത് പാത്ര BJPയുടെ ദേശീയ വക്താവാണ്. അതിമനോഹരമായ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കോൺഗ്രസിനെ ഡൽഹിയിൽ ഇരുന്ന് തകർക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഇന്ന് കോൺഗ്രസിന്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവലിച്ചു, അവർ പോയി, അവർക്ക് പൈസ ഇല്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണ്. കോൺഗ്രസിന് ആയിക്കോട്ടെ, ആരോ ഒരാളെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇനി ഞാൻ പറയാം. മുംബൈ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഞ്ജയ് നിരുപം, മുൻ MP, ശിവസേന ഷിൻഡെ ഗ്രൂപ്പിൽ ചേർന്നു. ഗോവിന്ദ, മുൻ MP, ശിവസേന ഷിൻഡെ ഗ്രൂപ്പിൽ ചേർന്നു. അതായത് കോൺഗ്രസിൻ്റെ മാധ്യമ കൺവീനർ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മാധ്യമ കൺവീനർ രാധാ ഖേരെ BJPയിൽ ചേർന്നു. ശേഖർ സുമൻ, സിനിമാ രംഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ആ ബോളിവുഡിലെ കോൺഗ്രസിൻ്റെ മുഖം, BJP ചേർന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയാണ്. ഞാൻ സാധാരണ പ്രവചനങ്ങൾ നടത്താറില്ല. ഇന്ന് ഞാൻ ഒറ്റും കൂടി പറയാം. ബാരാമതിയിലെ BJPയുടെ അവിടുത്തെ ഇൻചാർജ് അവിനാഷ് മോട്ടയുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, അവിടെ രണ്ട് മകളും ഇളയമ്മയും തമ്മിലാണ് മത്സരം, എന്താ സ്ഥിതി ചോദിച്ചു. അവിടെ മറ്റേ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സൂളെ അവിടെ വെള്ളം കുടിക്കുക. ശരത് പവാർ ആ മണ്ഡലത്തിൽ പുറത്തു പോകുന്നില്ല. മധ്യപ്രദേശിൽ ചിന്ദ്വാരയ്ക്ക് പുറത്തു പോകുന്നില്ല കമൽനാഥ്. എന്താ കാര്യം? മകൻ അവിടെ വെള്ളം കുടിക്കുകയാണ്. കോൺഗ്രസിൻ്റെ അവസ്ഥ ദയനീയമാണ്. പിന്നെ ലീഗിനോട് ഒരു കാര്യം പറയാം. നിങ്ങളെ കൊടി കെട്ടാൻ സമ്മതിച്ചോ? ഒരു വയനാട്ടിൽ നിങ്ങളെ കൊടി കെട്ടാൻ സമ്മതിച്ചോ? ഈ കോൺഗ്രസ് ജയിക്കും പറഞ്ഞ് വിശ്വസിച്ച് നടക്കുക. നിങ്ങൾ ഏത് വിഡ്ഢികളെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങളെ കൊടി കെട്ടാൻ സമ്മതിക്കാത്തവരാ ഓര് ജയിക്കും പറഞ്ഞിട്ടൊന്നും. പിന്നെ ഒന്നും കൂടി പറഞ്ഞ അവസാനിപ്പിക്കുക. ശശി തരൂര് എന്താ പറഞ്ഞത്? വിമാനം കയറാൻ ക്യൂ നിൽക്കുമ്പം ഞാനാ ഗൗതം അഡാനിയെ വിളിച്ചോണ്ട് വന്നത് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിന്ന്. അപ്പോൾ കോൺഗ്രസിന് കോർപ്പറേറ്റ് ആയിട്ട് ഒന്നും ഒരു ബന്ധമില്ല അല്ലേ? ഒരു ബന്ധമില്ല അല്ലേ? വിമാനത്തിൽ ക്യൂ നിൽക്കുന്നോടത്ത് പിടിച്ചോണ്ട് വന്നത്രേ. എന്തൊക്കെ കേൾക്കണം നമ്മൾ.